സാറിനെ ഏറെ സന്തോഷത്തോടെ അതിലേറെ അഭിമാനത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും. ഒരു പത്രമാധ്യമ സ്ഥാപനമാണ് മാതൃഭൂമി. നിങ്ങളിൽ വായനാശീലം വളർത്തുക എന്ന ഉദ്ദേശത്തോടെ മാതൃഭൂമി ദിനപത്രം പത്രത്തിന്റെ ലഭ്യതക്കുറവ് മൂലം ഒരു കുട്ടി പോലും വായന ഇല്ലാതാവരുത്. ആ ലക്ഷ്യത്തോടെ ഏതാനും മാതൃഭൂമി ദിനപത്രങ്ങൾ നമുക്കായി, നമ്മുടെ സ്കൂളിനായി, നമ്മുടെ സ്കൂളിന്റെ വായനാശേഷി വർദ്ധിപ്പിക്കുന്നതിനായി ഇവിടെ നമുക്ക് സംഭാവന തരുന്ന മാതൃഭൂമിയുടെ പ്രവർത്തകൻ, സജീവ പ്രവർത്തകനായ രാജേഷ് സാറിനെയും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഈ പരിപാടിയിലേക്ക് ഊഷ്മളമായ സ്വാഗതം ആശംസിക്കുന്നു. അതിനേക്കാളെല്ലാം ഉപരി ഈ വേദിയിൽ നിന്ന് എന്തു പറയുന്നു എന്നതല്ല കാര്യം, നിങ്ങളുടെ കാതുകളിലൂടെ എന്തു മനസ്സിലാക്കി നിങ്ങളുടെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങുന്നു എന്നതിലാണ് കാര്യം. ഇവിടെ ബഹുമാന്യരായ വ്യക്തികൾ പറയുന്ന കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ കേട്ടു മനസ്സിലാക്കി നല്ല മക്കളായി മാറണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും ഊഷ്മളമായി പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും വിനീത നമസ്കാരം. ഏറ്റവും പ്രിയപ്പെട്ട നവജീവൻ ട്രസ്റ്റ് മേധാവി എപ്പോഴും നമ്മള് സന്തോഷമായിട്ടിരിക്കണം. അതുപോലെ എന്റെ സഹോദരൻ രാജേഷ്, പ്രിയപ്പെട്ട അധ്യാപകരെ, സ്നേഹം നിറഞ്ഞ ദൈവത്തിന്റെ കുഞ്ഞോമന മക്കളെ, നിങ്ങളെ കാണാനായിട്ട് ഭയങ്കരമായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചു വന്നാ. നിങ്ങൾക്ക് ഞങ്ങളെ പരിചയം, ഞങ്ങൾക്ക് നിങ്ങളോട് ഭയങ്കര സ്നേഹമാണ്. ആ ഭയങ്കരമായ സ്നേഹം കൊണ്ടാണ് കൂടി വന്നത്. നമ്മുടെ ജീവനില് അപ്പനില്ലാത്തവർ, അമ്മയില്ലാത്തവർ, അതുപോലെ തന്നെ മക്കൾക്ക് വേണ്ടാത്തവർ എത്രയോ സഹോദരങ്ങളാണെന്നറിയ അവിടെ കഴിയുന്നത്. അവർക്ക് ജോലി കൊടുക്കേണ്ട സമയമാണ്. അവിടെ മരിക്കാതെ ഇരുന്നവരുണ്ട്. മരിച്ചയാളിനെ മോർച്ചറി വെച്ചിരിക്കുന്നു. ഇന്നലത്തെ പത്രം നിങ്ങൾ വായിക്കാൻ അറിയാം. മരിച്ചയാളിനെ മോർച്ചറി വെച്ചിട്ട് മക്കൾക്ക് വേണ്ട, അച്ഛന്റെ ശവശരീരം ഏറ്റെടുക്കാൻ വരുന്നില്ല. കാരിത്താസ് മോർച്ചറിയില് വ്യാഴാഴ്ച വരെ നമ്മൾ മക്കളെ കാത്തിരുന്നത് വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് കോട്ടയത്ത് കൊണ്ടുപോയി നമ്മൾ ദഹിപ്പിക്കും. അപ്പൊ ഇങ്ങനെയുള്ള സങ്കടകരമായ കാര്യങ്ങൾ കണ്ടുകൊണ്ടാണ് ഓരോ ദിവസവും മക്കളെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ സ്നേഹം നിറഞ്ഞ മക്കളെ നമുക്ക് ഒത്തിരി പ്രധാനപ്പെട്ട നല്ല ആഗ്രഹങ്ങൾ ജീവിതത്തിൽ വേണം. എന്താണ് നല്ല ആഗ്രഹം? ചെറുപ്പത്തിലെ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ പറയാം. നിങ്ങളുടെ അച്ഛൻ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വരുമ്പോഴേ കസേര ഇട്ടുകൊടുത്ത് ഇരിക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഒരു കടുക്കാപ്പിയോ കടിച്ചായ കൊണ്ട കൊടുക്കണം. അച്ഛന്റെ കാല് തിരുമ്പി കൊടുക്കണം, അച്ഛന്റെ ചെരുപ്പ് കഴുകി കൊടുക്കണം, അച്ഛന്റെ തോർത്തിറക്കി കൊടുക്കണം, അച്ഛന്റെ കൈകൊണ്ട് ഇറക്കി കൊടുക്കണം. അച്ഛൻ കഴിക്കുന്ന പാത്രം നിങ്ങൾ തന്നെ മാറ്റി വെക്കുകയും വൃത്തിയാക്കി വെക്കുകയും ചെയ്യണം. ഒരച്ഛന് ഒരു ഓമനയും ഏറ്റവും ഓമനത്വം നിറഞ്ഞ തന്റെ പ്രിയപ്പെട്ട കൊച്ചിൽ നിന്ന് ഒരച്ഛൻ പ്രതീക്ഷിക്കുന്ന അതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അമ്മച്ചിയെ വേലക്കാരിയായിട്ട് ഞങ്ങൾ കാണരുത്. നിങ്ങൾ സ്കൂളിൽ നിന്ന് ചെല്ലുമ്പോഴത്തേന് അമ്മയെ വിശക്കുന്നതെന്ന് ഇനി ഒരിക്കലും പറയരുത്. അമ്മ വല്ലതും കഴിച്ചോമേ എന്ന് ചോദിക്കണം. സന്തോഷമായിട്ട് ചോദിക്കണം, അമ്മ വല്ലതും കഴിച്ചോമേ എന്ന് നിങ്ങളുടെ വായിന്ന് വരേണ്ടത് ഇതാണ്. നിങ്ങൾ പുറത്ത് പോയിട്ട് തിരിച്ചു ചെല്ലുമ്പോൾ ഒരു മിഠായി കഴിച്ചാൽ ഒരു മിഠായി കൂടെ മേടിക്കണം അമ്മയ്ക്ക് കൊടുക്കാൻ. നിങ്ങൾ പുറത്ത് പോയി എന്ത് കഴിച്ചോ ഇച്ചിരി അമ്മയ്ക്ക് കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ ഇരിക്കണം. അമ്മയാണ് നമ്മുടെ ദൈവം, അച്ഛനും ദൈവമാണ്. അതുകൊണ്ട് സ്കൂളിൽ നിന്ന് വല്ല വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ വല്ലതും കഴിച്ചോമേ എന്ന് ചോദിക്കണം. കേൾക്കുന്നുണ്ടോ എല്ലാവരും? നിങ്ങൾ പരസ്പരം അമ്മയോട് ചോദിക്കുമല്ലോ എന്ന് ചോദിച്ചേ അമ്മ വല്ലതും കഴിച്ചോമേന്ന്. മനസ്സിലായോ? പിന്നെ വൈകിട്ട് അത്താഴം കഴിക്കുമ്പോഴത്തേന് എല്ലാ ദിവസവും എന്നിട്ട് നോക്കൂ, മതി എല്ലാ ദിവസവും അത്താഴം കഴിക്കുമ്പോ
അച്ഛന്റെ അമ്മയുടെയും പാത്രം കഴുകി നിങ്ങൾ തന്നെ വൃത്തിയാക്കി വെക്കണം. ബാത്റൂം കഴുകണം. അമ്മയുടെ കൂടെ അടുക്കള ജോലി സഹായിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് മുതിർന്നവർ വന്നാൽ ഇരിക്കുന്നിടന്ന് എഴുന്നേക്കണം. നിങ്ങളൊരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ മുതിർന്നവർ വന്നു കഴിഞ്ഞാൽ ഇരുന്നിടന്ന് എഴുന്നേക്കണം. വീട്ടില് ഒരു ധർമ്മത്തിനായിട്ട് ഒരു അച്ഛനോ അമ്മയോ കയറി വരുന്ന ഇരുന്നിടന്ന് എഴുന്നേറ്റ് അവരെ നമസ്കരിച്ചുകൊണ്ട് അവർക്ക് വല്ലതും കൊടുക്കണം. നിങ്ങളൊരു ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ആ വെയിറ്റിംഗ് ഷെഡിൽ ആരെങ്കിലും കിടപ്പുണ്ടോ നോക്കണം. ക്ഷീണമായി പ്രായമായ ഒരു അച്ഛനോ അമ്മയോ ഉണ്ടോ നോക്കണം. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മക്കളെ അവിടെ നിന്നോണ്ട് നിങ്ങൾക്ക് ഒരു ചായ മേടിച്ചു കൊടുക്കാം, ഒരു കാപ്പി മേടിച്ചു കൊടുക്കാം, ഒരു ജ്യൂസ് മേടിച്ചു കൊടുക്കാം, ഒരു പഴം മേടിച്ചു കൊടുക്കാം, ഒരു ഉറച്ചി മേടിച്ചു കൊടുക്കാം. എന്ത് വലിയ കാര്യമാണെന്നറിയോ അത്. ഈശ്വരാനുഗ്രഹങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മളിലേക്ക് വരുന്ന ഒരു സംഭവം അത്. വഴിയിൽ യാചിച്ച് കിടക്കുന്നത് ഇതെന്റെ അച്ഛനാണ്, ഇതെന്റെ അമ്മയാണ്. ആ ആഗ്രഹത്തോടുകൂടി അവരെ ബഹുമാനിച്ച് ആദരിച്ച് അവർക്കൊരു ചായയോ കാപ്പിയോ ജ്യൂസോ ബിസ്ക്കറ്റോ ഓറഞ്ചോ കൊടുക്കുമ്പോൾ അവിടെ വെച്ച് നമുക്ക് അനുഗ്രഹം കിട്ടും. നമുക്ക് അനുഗ്രഹം കിട്ടാനായിട്ട് ഗുരുവായൂരോ വേളാങ്കണ്ണിയിലോ മലയാറ്റൂരോ ഒന്നും പോകണ്ട. നമുക്ക് ബസ് സ്റ്റാൻഡിൽ വെച്ച് അനുഗ്രഹം കിട്ടും, വെയിറ്റിംഗ് ഷെഡിൽ വെച്ച് അനുഗ്രഹം കിട്ടും, അമ്പല പരിസരത്ത് വഴി കിടക്കുന്നവരിൽ നമുക്ക് അനുഗ്രഹം കിട്ടും. അപ്പൊ അനുഗ്രഹം കിട്ടുന്ന കാര്യം നിങ്ങൾക്ക് എപ്പോഴും സ്നേഹം നിറഞ്ഞ കുഞ്ഞുമക്കൾക്ക് ഒത്തിരിയേറെ ഓർമ്മകൾ. എനിക്ക് സമയക്കുറവാണ്. ഞാൻ വഴിയിലിങ്ങനെ പല യാചകർക്കും കൊടുക്കുമ്പോൾ അവരുടെ സങ്കടങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. കൊല്ലത്തുള്ള ഒരു വലിയ വ്യവസായി ഫാക്ടറി ഉണ്ടായിരുന്ന 1:30 മണി സമയത്ത് ഞാൻ ചേട്ടൻ ഇപ്പൊ എന്നാ ഇരിക്കുന്ന മെഡിക്കൽ കോളേജിന്റെ അവിടെ ധർമ്മത്തിലേക്ക്, സാധാരണ ധർമ്മക്കാരുടെ 4 മണിക്കാണ്. ഞാനവിടെ ഇരുന്ന് കപ്പ വേവിച്ചിട്ട് എപ്പോഴും വണ്ടിയിൽ എന്തെങ്കിലും പ്രശ്നം കാണും, ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടി താമസിച്ചിട്ട് എനിക്ക് പരിചയമുണ്ടെന്ന് പറഞ്ഞ് കരഞ്ഞു. അങ്ങനെ സന്ധിക്കകത്ത് 3-4 വിടുന്നവഴി 3 കുട്ടി വെള്ളം ഉണ്ടായിരുന്നു. എന്നിട്ട് എന്തിനായിരിക്കുന്നു ഈ സമയത്ത്? ഭയങ്കര വെയിലല്ലേ, 4 മണിക്കല്ലേ എല്ലാവരും വന്നിരിക്കുന്നത്. അതിനൊരു കാരണമുണ്ട് താമസിച്ചിട്ടാ. ഞാൻ വലിയൊരു പ്രമുഖ വ്യവസായിയായിരുന്നു. എന്റെ ബിസിനസ്സുകളെല്ലാം പല കാരണങ്ങളാൽ പരാജയപ്പെട്ടു പോയി. എന്റെ ഫാക്ടറിയെല്ലാം ജപ്തി ചെയ്തു പോയി. എന്റെ വീട് ജപ്തി ചെയ്തു പോയി. 2 മക്കളെയും ഭാര്യയും ഒരു വാടക വീടെടുത്ത് താമസിച്ചുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഞാൻ എറണാകുളത്ത് മറൈൻഡ്രൈവിൽ കായലിൽ ചാടി ആനുകൂല്യം ചെയ്യാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു കുടുംബം അതിലെ വന്നു. എന്റെ മക്കളെ ഓർത്ത് ഭാര്യ ഓർത്ത് ഞാൻ കരഞ്ഞു. നേരം ഇരുണ്ട് കഴിഞ്ഞ് കായലിലേക്ക് ചാടാൻ ഒരുങ്ങിയിരിക്കുകയായിരുന്നു. ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അതിലെ ഒരു ഫാമിലി വന്നു. എന്നെ കണ്ടു ചോദിച്ചു, എന്തിനാ ചേട്ടൻ കരയെന്ന് ചോദിച്ചു. എന്റെ ദുഃഖങ്ങൾ പറഞ്ഞു. അവർ കുറച്ച് പൈസ അവർ കൊടുത്തിട്ട് പറഞ്ഞു ചേട്ടൻ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോ കോട്ടയം വണ്ടി കണ്ട് കോട്ടയത്ത് ട്രാൻസ്പോർട്ട് ഉണ്ടായിരുന്നത് കയറി കോട്ടയത്ത് ഇറങ്ങി. ഇപ്പോൾ ഡെക്കറേഷനിൽ ഇറങ്ങി. അപ്പോൾ മെഡിക്കൽ കോളേജിലേക്കുള്ള ബസ് കിടക്കുന്ന ആളുകളെ വിളിക്കുന്ന മെഡിക്കൽ കോളേജ് ആ ബസ്സിൽ കയറി മെഡിക്കൽ കോളേജിൽ ഇറങ്ങി എങ്ങോട്ട് പോകണം നോക്കിയപ്പോൾ ആശുപത്രി പഠിക്കാൻ നിന്നാ കണ്ടു. ഒത്തിരി വിശക്കുന്നു, വിഷമിക്കുന്ന, തല കറങ്ങുന്നു. അങ്ങോട്ട് കയറി ഒരു കാപ്പി പിടിച്ച് ഒരു ഭക്ഷണം കഴിച്ചപ്പോൾ തല കറങ്ങുന്നു, ദേഹം വേർക്കുന്നു. എന്നാൽ മുകളിൽ മരച്ചോടുണ്ട്. ആ മരച്ചോട്ടിപ്പോൾ ഇരിക്കാന്ന് വെച്ചാൽ മരച്ചോട്ടി ചെന്ന് കഴിയുമ്പോൾ തോന്നി താഴെ വീഴുമെന്ന്. അങ്ങനെ ഉടനെ തന്നെ നിലത്ത് കുത്തിയിരുന്ന് കയ്യിൽ തുകർത്തുണ്ടായിരുന്നു. അതുകൊണ്ട് മുഖം കുത്തിച്ച് തുകർത്ത് നിന്നിലോട്ടിട്ട് പുറകിലോട്ട് കൈ കുത്തിയിരുന്നു. കരഞ്ഞോണ്ടിരുന്നു. മരിക്കാറായിരുന്നെന്ന് തോന്നി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പം അങ്ങേർക്ക് ഒരു തണുപ്പ് കാറ്റ് പോലെ ശരീരത്തിലേക്ക് അനുഭവപ്പെട്ടെന്നാ പറഞ്ഞത്. കണ്ണ് തുറന്ന് നോക്കിയപ്പോഴത്തന്നെ തുകർത്തെ 5 രൂപ 10 രൂപ കിടക്കുന്നു. ആ തുകർ തന്നെ വിരിച്ചിട്ടു. ആ തുകർത്തിൽ കിടന്ന പൈസ എല്ലാം പെറുക്കിയെടുത്ത് തുകർത്തിന്റെ അടിയിൽ കയറ്റി വെച്ചു. അങ്ങനെ ദിവസവും അവിടെ ഇരിക്കാൻ തുടങ്ങി. കിട്ടുന്ന കാശെല്ലാം സന്ധ്യയാകാൻ മിൽമായി കൊടുത്തിട്ട് 500 1000 നോട്ടുകൾ മേടിച്ച് തുകർത്തിനകത്ത് ചുരുട്ടി അത് പുറകുവശത്ത് കാശിരിക്കുന്ന ഭാഗം വെച്ചിട്ട് വയറ്റെ തുകർത്ത് കെട്ടിയിട്ട് കാശ് പാറ്റി കിടന്നുറങ്ങും. എല്ലാ 2ാം ശനിയാഴ്ചയും ഷിപ്പ്യാർഡ് ജോലിയാണെന്ന് പറഞ്ഞ് മക്കളുടെ പഠനത്തിന് വേണ്ടി ഭാര്യയുടെ കൊണ്ട് കാശ് കൊടുക്കുക. ഇപ്പൊ അവർക്ക് ഫീസ് എല്ലാം കൊടുത്തിട്ട് താമസിച്ചിട്ട് 8000 രൂപ ബാലൻസ് ഉണ്ട്. എന്റെ മക്കളുടെ പഠിത്തം കഴിയുമ്പോൾ ഞാൻ ഇവിടുന്ന് പോകുന്നു പറഞ്ഞു. മക്കളുടെ പഠിത്തം കഴിഞ്ഞു സന്തോഷത്തോടെ അങ്ങേരെ കൊല്ലത്തേക്ക് യാത്രയാവുകയും ചെയ്തു. വഴിയിലിരിക്കുന്ന ഓരോ അച്ഛനമ്മമാർക്കും ഓരോ ജീവിതങ്ങളുണ്ട്. ഇക്കുറിച്ചൊക്കെ പറയണേ മക്കളെ ഒരുപാട് സമയം വേണം. പ്രായമുള്ളവർ വഴിയിരിക്കുകയാണോ എന്തെങ്കിലും മക്കളെ സന്തോഷത്തോടെ കൊടുത്തിട്ട് പോകണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വലിയ വലിയ ആഗ്രഹങ്ങൾ ഉണ്ടാകണം. ഒരു മുടക്കമില്ലാത്ത ആഗ്രഹങ്ങളാണ്. നിങ്ങൾക്ക് ഒരു കാശ് മുടക്കമില്ല. ഏറ്റവും നല്ല സ്വഭാവമുള്ള എൻ്റെ കുടുംബത്തിലെ, എൻ്റെ നാട്ടിലെ, എൻ്റെ സ്കൂളിലെ ഏറ്റവും നല്ല സ്വഭാവമുള്ള, ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്ന ഒരു വലിയ വ്യക്തിയായി എനിക്ക് ജീവിക്കണമെന്ന് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം മക്കളെ. ഒരു നല്ല സ്വഭാവമുള്ള, ഏറ്റവും നല്ല സ്വഭാവമുള്ള, ഏറ്റവും നന്മ ചെയ്യുന്ന ഏറ്റവും വലിയ വ്യക്തി ആയിരിക്കണം ഞാൻ ഈ നാട്ടിലെ.
അതിനുവേണ്ടി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കയ്യിലുള്ളത് ഇല്ലാത്തവർക്ക് ഓരോ പങ്ക് കൊടുത്തു കൊടുത്തി. നിങ്ങൾക്ക് ജന്മദിനം വരുമ്പോൾ ഒരു കേക്ക് മേടിക്കുമ്പോൾ നിങ്ങളുടെ അച്ഛനോട് ഒരു കേക്കും കൂടെ മേടിക്കുക. നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ഒരു കൊച്ചിന്റെ അപ്പനും അമ്മയും നേരാതെ കിടക്കാണോ, നിങ്ങൾ ആ കേക്ക് അവിടെ കൊണ്ടുകൊടുക്കുക. അയൽപക്കത്ത് പ്രായമുള്ള ഒരു അച്ഛനും അമ്മയുണ്ടോ, എന്നെ ജന്മദിനാന്ന് പറഞ്ഞ് കൊണ്ടുകൊടുക്കുക. നിങ്ങളൊരു സോപ്പ് മേടിക്കുക, ഒരു സോപ്പും കൂടെ മേടിക്കുക. ഒരു മിഠായി മേടിക്കുക, ഒരു മിഠായി മേടിക്കുക. നിങ്ങളുടെ അച്ഛനോട് പറയണം, ഇറച്ചി മേടിക്കുമ്പോൾ ഒരു പങ്ക് ഇറച്ചി കൂടെ മേടിക്കണം. 1 കിലോ ഇറച്ചി മേടിച്ചാൽ ഒന്നും കൂടെ മേടിക്കുക. അയൽപക്കത്ത് ഒരു പാവപ്പെട്ട ഒരു അച്ഛനോ അമ്മയ്ക്കും കൊണ്ട് ആ ഇറച്ചി കൊടുക്കണം. നീ മേടിക്കുമ്പോൾ മീനും കൂടെ മേടിക്കണം. നിങ്ങൾ എന്ത് മേടിച്ചോ ഒരാൾക്കും കൂടെ മേടിച്ച് നിങ്ങൾ ഒരാൾക്കെങ്കിലും കൊടുക്കാനായിട്ട് മക്കളെ നമുക്ക് ആഗ്രഹമുണ്ടാകുന്ന ജീവിതം വലിയ അനുഗ്രഹമായി മാറിക്കൊണ്ടേയിരിക്കും. ഞാൻ 4ാം ക്ലാസ് മുതൽ ഇതിനെ ജീവിച്ച് പഠിച്ചു പോകുന്നതാണ്. 72 വയസ്സുണ്ട്. ഞാനിങ്ങനെ രോഗികളെ സഹായിക്കാൻ വേണ്ടി 55 വർഷമായി. 24 വർഷം വീട് വിടാന്തോറും തെണ്ടി നടന്ന് മനുഷ്യരുടെ വായിരിക്കുന്ന തെറിയും ചീത്തയും കേട്ട് രോഗം മേടിച്ച് ചുമന്ന് കൊണ്ടുവന്ന് രോഗികൾ കൊടുത്ത കാലം ഉണ്ടായിരുന്നു. ഞാൻ പാവപ്പെട്ട കുടുംബത്തിലെ ഒരാളാണ്, കാശുള്ള വീട്ടിലെ ആളെ അല്ല. അങ്ങനെ ഇപ്പോഴത്തെ മെഡിക്കൽ കോളേജിലെ പ്രദേശ സെക്രട്ടറി ഡോക്ടർ ജയന്മാരും മെഡിക്കൽ സ്റ്റുഡൻസ് ഒക്കെ എൻ്റെ കൂടെ ഈ വഴി കിടക്കുന്നവർ എടുത്തോണ്ട് വരാൻ കൂടിയവരാണ്. അവർ താമസിക്കുന്ന ഒരു ഹോസ്റ്റലിൽ ഒരു മുറി ഒഴിവായി വന്നപ്പോൾ വീട്ടുകാർക്ക് വരാതെ വരുന്നതുവരെ ഡോക്ടർ ജയന്മാരുടെ അടുത്ത മുറി താമസിച്ച് ആ മുറിക്ക് വരാൻ അവധിയത്. അവിടെ വെച്ച് രോഗം ഉണ്ടാക്കി ആശുപത്രി കൊടുക്കാണെങ്കിൽ നാട്ടുകാരെല്ലാവരും കൂടി കുടുംബാംഗങ്ങൾ സ്ഥലം മേടിച്ചതിന് കെട്ടിടം നടന്നു. അവിടെയാണ് ഇപ്പോഴത്തെ താമസിക്കുന്നവർക്ക്. ഒരു ദിവസം ചോറ് കൊടുക്കണമെങ്കിൽ 1,10,10,000 രൂപയും 50 ആളുകൾ വേണം. ഒരു മാസം ചോറ് കൊടുക്കണേ 30 ലക്ഷത്തിലേറെ രൂപ വേണം. 110 കിഡ്നി രോഗികൾ, പാവപ്പെട്ടവർ കിഡ്നി ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ദൈവം നിന്നെ അനുഗ്രഹിക്കും, ദൈവം നിന്നെ അനുഗ്രഹിക്കും. നീ എന്നോട് പിണങ്ങരുത്, നീ എന്നോട് അരിശപ്പെടരുത്. എനിക്ക് ഒത്തിരി സങ്കടം വരും, ഞാൻ പാവമാണ്. നീ ഒരിക്കലും പിണങ്ങരുത്, നീ എന്നെ അരിശപ്പെടരുത്. നിനക്ക് എന്നോട് സ്നേഹം വേണം. നീ എന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നീ ഭക്ഷണം കഴിക്കുമ്പോൾ എന്നെ ഓർക്കണം, നീ മിഠായി കഴിക്കുമ്പോൾ എന്നെ ഓർക്കണം, നീ എന്ത് കഴിച്ചാലും എന്നെ കൂടെ ഓർക്കണം. നിന്റെ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കും ഞാൻ, നിന്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞാൻ. നിന്റെ അച്ഛനെയും അമ്മയും നീ സങ്കടപ്പെടുത്തരുത്. അച്ഛൻ്റെ അമ്മയുടെ പാത്രം കഴുകി കൊടുക്കണം. അച്ഛനും അമ്മയ്ക്കും വേണ്ടി എന്നും പ്രാർത്ഥിക്കണം. അധ്യാപകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിനക്ക് അരിശ ഉണ്ടാകരുത്, നിനക്ക് അഹങ്കാരം ഉണ്ടാകരുത്, നീ വലിയ ഗവയൊന്നും എടുക്കരുത്, നീ വലിയ പൊള്ളിയാകരുത്. നിനക്ക് ഒത്തിരി ക്ഷമ വേണം, നിനക്കൊത്തിരി എളിമ വേണം, നിനക്കൊത്തിരി കരുണ വേണം, നിനക്കൊത്തിരി സ്നേഹം വേണം, നിനക്കൊത്തിരി ഒത്തിരി ഒത്തിരി സ്നേഹം വേണം. നിനക്ക് നിന്റെ അമ്മയോട് ഒത്തിരി ഒത്തിരി സ്നേഹം വേണം. ഞങ്ങളുടെ സ്കൂളിനെ അനുഗ്രഹിക്കണേ, പറഞ്ഞേ, ഞങ്ങളുടെ സ്കൂളിനെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ അച്ഛനെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ അധ്യാപകരെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ ആരോഗ്യത്തെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ പഠനത്തെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ ആയുസ്സിനെ അനുഗ്രഹിക്കണമേ. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, ഞങ്ങളെ എല്ലാവരെയും എല്ലാ കാലത്തും എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. നീ അന്ന് കൈ കൂപ്പി പിടിച്ചാൽ ഓർമ്മ നോക്കിക്കൊണ്ട് തിരിച്ചാൽ പറഞ്ഞ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിന്നെ